എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് +2 ലെവൽ പ്രിലിമിനറി എക്സാം ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞത്. അപ്പോൾ KGT യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് കഴിഞ്ഞ വർഷം +2 ലെവൽ പ്രിലിമിനറി എക്സാമിന് വന്ന കട്ട് ഓഫ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റുകളെല്ലാം ഏകദേശം സ്റ്റേറ്റ് വൈഡ് പോസ്റ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒഴിവിനനുസരിച്ചിട്ടും എക്സാം എഴുതിയ ആൾക്കാരുടെ അനുസരിച്ചിട്ടുമാണ് ഇനി വരുന്ന കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് എത്രയായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം വന്ന കട്ട് ഓഫാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാവും, കഴിഞ്ഞ വർഷം എത്ര കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് എക്സാം, അതിൻ്റെ കാറ്റഗറി നമ്പർ 35/2020 ആയിരുന്നു. 12th ലെവലിൽ നടന്ന എക്സാം ആയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. അപ്പോൾ ഇതിലേക്ക് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.8809 മാർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് എന്നുള്ള ആ ഒരു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് സെലക്ഷൻ ഗ്രേഡ് SR for SC ST സ്റ്റേറ്റ് വൈഡ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 290/2020 ആണ്. +2 ലെവൽ പ്രിലിമിനറിയിൽപ്പെട്ട ഒരു എക്സാം ആയിരുന്നു ഇത്. ഡിപ്പാർട്ട്മെൻറ്റ് ലാൻഡ് റവന്യൂ. ഇതിലേക്ക് വന്ന കട്ട് ഓഫ് 40.41. അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡ് ആണ്. ഇതും +2 ലെവൽ എക്സാമിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 151/2020. ഡിപ്പാർട്ട്മെൻറ്റ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിലേക്ക് വന്ന കട്ട് ഓഫ് 48.42 ആണ്. അടുത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് വൈഡ്. അപ്പോൾ ഇതും KGT യോഗ്യത വരുന്ന ഒരു പോസ്റ്റായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 330/2020 ആണ്. 12th ലെവലിൽ വന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിലേക്ക് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 65.1591 ആണ്. അപ്പോൾ ഇത്രയാണ് പോസ്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഓഫിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹൈ കട്ട് ഓഫാണ് വരുന്നത്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം കുറവാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കട്ട് ഓഫാണ് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷം എത്ര കട്ട് ഓഫ് വരും എന്നുള്ളത് പറയാൻ കഴിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.